ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഗുലാബ് ജാമുൻ ചെയ്തിരിക്കുന്ന ഗുലാബ് ജാമുൻ്റെ മിക്സ് വെച്ചിട്ടാണ് കേട്ടോ. ഗുലാബ് ജാമുൻ്റെ മിക്സ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റവ വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് പൗഡർ വെച്ചിട്ടോ ബ്രെഡ് വെച്ചിട്ടോ അങ്ങനെ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ഗുലാബ് ജാമുൻ്റെ മിക്സ് വെച്ചിട്ടാണ്. പിന്നെ ഇത് ഒരു 3.5 കിലോ വരുന്ന കേക്കാണ് കേട്ടോ. ഞാൻ ചെയ്ത് ഗുലാബ് ജാമുനൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് എടുത്തപ്പം 3.5 കിലോ ഉണ്ട്. പിന്നെ നമ്മൾ 2 ടയർ കേക്കാണ്, പോരാത്തതിന് സ്ക്വയർ ടൈപ്പാണ്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ കേക്ക് ചെയ്യുന്നതും എല്ലാം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. ഗുലാബ് ജാമുൻ്റെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഗുലാബ് ജാമുനാണ് ഉണ്ടാക്കുന്നത്. അപ്പം MTRൻ്റെ ഗുലാബ് ജാമുൻ്റെ മിക്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ 2 പാക്കറ്റ് ഉണ്ട്. ഈ 2 പാക്കറ്റും വെച്ച് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. കാരണം അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്ന 3.5 കിലോ വരെയുള്ള കേക്കാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ കേക്കിന് ആവശ്യമായിട്ടുള്ളത് എടുത്തിട്ട് ബാക്കി അല്ലാണ്ടും കഴിക്കാമല്ലോ. അപ്പോൾ എത്രയാണ് കേക്കിന് ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ അത് ഞാൻ ലാസ്റ്റ് പറയാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 പാക്കറ്റ് ഗുലാബ് ജാമുൻ്റെ മിക്സും പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചവെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പാല് വേണമെങ്കിലും വെച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ എടുക്കുന്നത് പാലാണ്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ താല്പര്യത്തിനനുസരിച്ച് എടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് പാലിപ്പോൾ 1 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, എന്നാൽ 3/4 കപ്പിനെക്കാട്ടിയും കൂടുതലും ഉണ്ട്. അപ്പോൾ നമുക്ക് കുഴച്ചിട്ട് ഞാൻ പറയട്ടെ എത്രയാണ് അളവെടുത്തതെന്നുള്ളത്. പാല് ഒറ്റ പ്രാവശ്യമായിട്ട് മൊത്തം അങ്ങ് ചേർത്ത് കൊടുക്കാതെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ലൂസായിപ്പോവും. നല്ല പ്രസ് ചെയ്ത് സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുക്കുക. നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോൾ മാവ് കയ്യിൽ ഒട്ടി പിടിക്കുന്നത് കൊണ്ട് കുറച്ച് നെയ്യൊന്ന് കയ്യിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും കുഴച്ചെടുക്കാം. അങ്ങനെ നല്ലപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പാലാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയാണ് നമ്മൾ യൂസ് ചെയ്തത്. നമ്മൾ മാവിങ്ങനെ കുഴയ്ക്കുമ്പോൾ പാൽ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതിനനുസരിച്ച് അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഈ മാവ് അടച്ച് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ട് കുഴച്ച് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. കയ്യിൽ അല്പം ഒന്ന് നെയ്യ് തടവിയതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി മാവ് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഒരെണ്ണം നല്ല ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന മാവ് നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരളവിൽ 42 എണ്ണം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിലോ നെയ്യോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പം യൂസ് ചെയ്യുന്നത് ഓയിലാണ്. അപ്പോൾ ഫ്ലെയിം ഓണാക്കി ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പം അകത്തൊന്നും കുക്കാവുകയില്ല, വെളിയിൽ നല്ല ഡാർക്ക് ബ്രൗൺ ആയി പോവുകയും ചെയ്യും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ കിടന്ന് അത് അകത്തെല്ലാം കുക്കാവുകയും ചെയ്യും, വെളിയിൽ നല്ല ബ്രൗൺ കളർ വരികയും ചെയ്യും. ഓയിൽ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഞാനിപ്പം തീ കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 7 എണ്ണം ഇട്ട് കൊടുത്തതിന് ശേഷം കുക്ക് ചെയ്തെടുക്കുകയാണ്. ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. പിന്നെ ഓയിൽ ഇതാ ഇങ്ങനെ നാക്കി കൊടുക്കുന്നുണ്ട്. ഒരേപോലെ ഒന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇട്ട ഉടനെ തന്നെ ഇതിട്ടങ്ങ് ഇളക്കരുത് കേട്ടോ. ഇളക്കി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും. കുറച്ചൊന്ന് കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചെറുതായിട്ട് ഇളക്കി വേണം ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രം നല്ല കളറാവുകയും ചെയ്യും, അടുത്ത ഭാഗം കളറാകിയില്ല. ഇത് അത്യാവശ്യം നല്ല ബ്രൗൺ നിറം ആകുമ്പോൾ എടുത്ത് മാറ്റാം. ഇത് നല്ല ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റിയതിന് ശേഷം ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ മൊത്തം ഫ്രൈ ചെയ്തതിന് ശേഷം ടിഷ്യൂ പേപ്പറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ഓയിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഞാനിപ്പം ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയാലും ആദ്യം ഇതങ്ങ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെയാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ എല്ലാവരും ചെയ്യാറ് ആദ്യം ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് ഇത് ഫ്രൈ ചെയ്തിട്ട് ഡയറക്റ്റ് ഷുഗർ സിറപ്പിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പക്ഷെ ഞാനെപ്പോഴും ഓയിലൊക്കെ ഇങ്ങനെ ടിഷ്യൂ പേപ്പറിൽ പിടിച്ചതിന് ശേഷമാണ് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ചെയ്യാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം.
ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. തിളച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു 2 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അല്ലാതെ വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു വഴുക്കൽ പോലെ വരും. അപ്പോൾ അത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഗുലാബ് ജാമുൻ ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് 3 മണിക്കൂർ നേരത്തേക്ക് വെച്ചേക്കാം. എന്നിട്ട് എടുക്കാം. ഇതവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള സ്പഞ്ച് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ 10 ഇഞ്ചിൻ്റെ സ്ക്വയർ ആയിട്ടുള്ള ഒരു കേക്ക് ടിൻ എടുത്ത് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ടൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് മൈദ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 കപ്പ് പാൽപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 3 തവണ അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. 3 തവണ അരിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് 8 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ 2 പിഞ്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററിലാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്താലും മതി കേട്ടോ. എഗ്ഗ് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.25 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പം പൊടിച്ചതിന് ശേഷം ഞാൻ 1.25 കപ്പ് അളന്നെടുത്തതാണ്. ഈ പഞ്ചസാര പൊടിച്ചപ്പം 5 ഏലക്കയും കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ്. ഗുലാബ് ജാമുൻ കേക്ക് ആയതുകൊണ്ട് തന്നെ ഏലക്കയുടെ മണം നല്ലതാണ് ഈ കേക്കിന്. അപ്പം പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നല്ല ഫ്ലഫി ആകുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗിൻ്റെ യെല്ലോ കളറൊക്കെ മാറി നല്ല വൈറ്റ് കളറായി നല്ല ഫ്ലഫി ആയി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് 1/2 കപ്പ് റൈസ് ബ്രാൻഡ് ഓയിലാണ്. ഇത് പതുക്കെയായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് വെച്ചത് ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം 7 മിനിറ്റ് പ്രീ ഹീറ്റ് ആയിരിക്കുന്ന പാത്രത്തിനുള്ളിലേക്ക് ഈ കേക്ക് ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. പ്രീ ഹീറ്റ് ആക്കാൻ വെച്ചത് മീഡിയം ഫ്ലെയിമിലായിരുന്നു. ഇനി ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം കേക്ക് ബാറ്റർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അടച്ച് 35 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ബേക്ക് ആവുന്ന ടൈം ഓരോരുത്തരുടെയും ഫ്ലെയിം അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ കേക്കിൻ്റെ സ്മെല്ലൊക്കെ വരുന്ന അനുസരിച്ച് ഒന്ന് നോക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ. കേക്കിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. പാത്രത്തിൽ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നല്ലതുപോലെ ബേക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ കേക്ക് ചെയ്തതിൻ്റെ മെഷർമെൻറ്റിൻ്റെ കറക്റ്റ് പകുതി എടുത്തിട്ട് ഒരു കേക്കും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ വെക്കാനായിട്ടാണ്. അപ്പോൾ എന്താ ഇതാണ് ആ കേക്ക്. അപ്പോൾ ഇത് ചെയ്തത് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലായിരുന്നു. മറ്റേത് 10 ഇഞ്ചിൻ്റെ ആയിരുന്നല്ലോ. നമ്മുടെ 2 കേക്കും ഒന്ന് ആറിയതിന് ശേഷം ലെയർസായിട്ട് കട്ട് ചെയ്തെടുത്ത് വെക്കണം. വീഡിയോ ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അടിയിലത്തെ നമ്മൾ 10 ഇഞ്ച് കേക്ക് ടിന്നിൽ ചെയ്ത കേക്ക് ഉണ്ടല്ലോ, അപ്പോൾ അത് 2 ലെയറായിട്ട് മാത്രമേ ഞാൻ കട്ട് ചെയ്തോളൂ. നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. പിന്നെ രണ്ടാമത് 8 ഇഞ്ചിൽ ചെയ്ത കേക്ക് ഉണ്ടല്ലോ, അത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗുലാബ് ജാമുൻ്റെ അടപ്പൊക്കെ തുറന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിക്കാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ 3 മണിക്കൂറല്ല 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗുലാബ് ജാമുനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഷുഗർ സിറപ്പൊക്കെ അത്യാവശ്യം അതേപോലെ എല്ലാം ഇരിക്കുന്നു. നല്ലതുപോലെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഷുഗർ സിറപ്പ് എല്ലാം ആ ഗുലാബ് ജാമുനിലേക്ക് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഷുഗർ സിറപ്പിൽ നിന്ന് ഓരോ ഗുലാബ് ജാമുൻ ഞാൻ സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് വെക്കുകയാണ്. അങ്ങനെ ഗുലാബ് ജാമുൻ എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയിരിക്കുന്ന ഈ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഇതാണ് നമ്മൾ കേക്കിന് വെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ആ മെഷർമെൻറ്റ് കപ്പിലൊന്ന് അളന്ന് നോക്കട്ടെ ഇത് എത്ര ഉണ്ടെന്ന്.
അപ്പോൾ ഇത് നമ്മൾ അളന്ന് നോക്കിയപ്പോൾ 3/4 കപ്പേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് തികയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് നമ്മൾ കുറച്ച്, ഞാൻ അധികം പഞ്ചസാരയൊന്നും ഇട്ടിട്ടില്ല, കുറച്ച്, ഇതിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ട്. അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് വെള്ളം കൂടി ഒഴിച്ചൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കി, എന്നിട്ട് മൊത്തത്തിൽ ഇതിൻ്റെ ബാലൻസ് ആയിട്ടും കൂടി ചേർത്തിട്ട് 2 കപ്പ് എടുക്കുകയാണ്. അപ്പോൾ രണ്ടാമത് നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുമ്പം ആദ്യത്തേതിൻ്റെ മധുരം നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്, അല്ലാതെ കൂടിപ്പോകരുത്. അപ്പം എനിക്ക് എന്തായാലും അത്യാവശ്യം ഈ 2 കപ്പ് ആകുമ്പോഴത്തേക്കും മധുരം നന്നായിട്ട് കുറയും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര പിന്നെ ആഡ് ചെയ്തത്. ഇനി ഷുഗർ സിറപ്പ് 15 മിനിറ്റത്തേക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാൻ തണുക്കാനായിട്ട്. ബൗളിൽ മാറ്റി വെച്ചിരുന്ന ഗുലാബ് ജാമുൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്, കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടാണ്. ബാക്കിയുള്ളതിൽ കുറച്ച് കട്ട് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്, കേക്കിൻ്റെ ലെയേഴ്സിലേക്ക് വെച്ച് കൊടുക്കാനാണ്. 3 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം ലൈറ്റ് യെല്ലോ കളർ ഒന്ന് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഇത്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ടേൺ ടേബിൾ എടുത്ത് അതിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്ത് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത് നമ്മുടെ സ്പെഷ്യൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തെടുക്കുകയാണ്. നല്ലപോലെ തന്നെ വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് അങ്ങ് ചെയ്യാനും പറഞ്ഞുകൊണ്ട് പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തതാണ് ക്രീം. പാലറ്റ് നൈഫ് വെച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗുലാബ് ജാമുനിലെ അത് ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കാം. ഓരോ പീസ് വെച്ച് കൊടുത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലെയർ സ്പോഞ്ച് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് നല്ലപോലെ വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്ത് നല്ലപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുക. പാലറ്റ് നൈഫ് വെച്ചിട്ട് നല്ലതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ചെയ്തൊരു കേക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി സെയിം രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കാം. അപ്പോൾ 8 ഇഞ്ചിൽ ചെയ്ത ഈ കേക്കും നല്ല രീതിയിൽ തന്നെ ക്രീമൊക്കെ അപ്ലൈ ചെയ്തു ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം 2 കേക്കും അരമണിക്കൂർ നേരത്തേക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് 2 ടയർ കേക്കാക്കി എടുക്കണം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. 2 കേക്കും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ കേക്ക് വലിയ കേക്കിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കണം. ചെറിയ കേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലവർ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ എടുത്ത വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ തന്നെ കുറച്ച് ഒരു 3-4 ഡ്രോപ്സും കൂടി യെല്ലോ കളർ ആഡ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് ഡാർക്ക് കളറാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലേവർ ഇങ്ങനെ ഒന്ന് ചുറ്റി ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഒരു ഫ്ലവർ വരച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഗുലാബ് ജാമുനും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. 2D എന്ന് പറയുന്ന നോസിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ഗുലാബ് ജാമുൻ വെച്ച് കൊടുക്കാം. ഗുലാബ് ജാമുൻ മൊത്തം 42 എണ്ണമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, അതിൽ 12 എണ്ണമാണ് കേട്ടോ ബാലൻസ് വന്നത്. പിന്നെ ഗുലാബ് ജാമുൻ നമ്മൾ ലെയർസിലൊക്കെ വെക്കുന്ന പോലെ ഇരിക്കും. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുറവ് മതി എന്നുണ്ടെങ്കിൽ അത്രയും വെച്ചാൽ മതി. ഫ്ലേവറും ഗുലാബ് ജാമുനും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ പനിനീർ റോസും പിന്നെ റെഡ് റോസും, ഈ 2 റോസും ഒരുപാടുണ്ട്. അപ്പം ഞാൻ കരുതി കേക്കിൻ്റെ സൈഡ്സിലൊക്കെ ഈ ഫ്ലവർ ഇങ്ങനെ ഓരോ ഇതളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്ന്. നല്ല ഭംഗിയാണത് കാണാനായിട്ട്. അങ്ങനെ ഈ റോസ് 2 എടുത്ത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ സൈഡ്സിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. 2 റോസിൻ്റെ ഇതളുകളും മുകളിലത്തെ കേക്കിൻ്റെ സൈഡ്സിലായിട്ട് ഇങ്ങനെ ഇടകലർത്തി വെച്ച് കൊടുത്തു. എന്നിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമിൽ റോസ് കളർ ആഡ് ചെയ്തതിന് ശേഷം ബോർഡർ പോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് സ്റ്റാർ നോസിൽ ഉപയോഗിച്ച്. അങ്ങനെ താഴത്തെ കേക്കിൻ്റെ സൈഡ്സിലായിട്ട് കുറച്ച് സിൽവർ ഷുഗർ ബാൾസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗുലാബ് ജാമുൻ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ കേക്ക് ഞാൻ ചെയ്തത് സ്പെഷ്യലായിട്ട് തന്നെയാണ്. എൻ്റെ ചേച്ചിയുടെ മോൻ അഭിജിത്ത്, അവന് ഇൻസ്റ്റയിൽ 15K ആയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ചെയ്തത്.
അപ്പോൾ ഞങ്ങൾക്ക് മറ്റൊരു ചാനൽ കൂടിയുണ്ട്, അഭിക്കും എനിക്കും കൂടിയിട്ടുള്ള അഭീസ് ആൻഡ് ശ്രീസ് വേൾഡ് എന്നാണ് പേര്. അപ്പോൾ ആ ചാനലിലാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ ഫാമിലിയിലുള്ള എല്ലാവരും കൂടി ആ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ചാനലിൽ കുറേ ഫൺ വീഡിയോസ്, ചലഞ്ച് വീഡിയോസ് അങ്ങനെയുള്ള വീഡിയോകളാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞാൻ ആ ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ആ ചാനലിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അഭിക്ക് എങ്ങനെയാണ് സർപ്രൈസ് കൊടുത്തതെന്നുള്ളതും കേക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. പിന്നെ അഭിയുടെ ഇൻസ്റ്റ കൂടി ഒന്ന് ഫോളോ ചെയ്യുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത് തന്നെ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.